ഹായ് നമസ്കാരം. ചാവക്കാട് പൊന്നാനി റൂട്ടിൽ നിർമ്മാണം നടന്നുവരുന്ന NH-66 മന്ദലകുന്ന് കിഴക്കുഭാഗമുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താൻ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും സ്വന്തം പാർട്ടിക്കാരെയും മാത്രം പങ്കെടുപ്പിച്ച് ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുത്തതായി മാധ്യമ വാർത്തകൾ കാണുന്നു. ബന്ധപ്പെട്ട മറ്റാരെയും പങ്കെടുപ്പിക്കാതെ നടത്തിയ ചർച്ച തന്നെ പ്രശ്നപരിഹാരത്തെക്കാൾ ഉപരി രാഷ്ട്രീയ സ്വാർത്ഥതയുടെ വിളംബരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും 1 മീറ്റർ താഴെ സർവീസ് റോഡ് നിലനിൽക്കെ കാന വെട്ടി വെള്ളം തോട്ടിലേക്ക് ഒഴുക്കണമെങ്കിൽ റോഡിനേക്കാൾ താഴ്ചയിൽ കാന വെട്ടേണ്ടി വരും. അങ്ങനെ വന്നാൽ തോട്ടിൽ വെള്ളം നിറയുമ്പോഴും വേലിയേറ്റ സമയത്തും തോട്ടിലെ വെള്ളം റോഡിലേക്ക് വരികയാണ് ഉണ്ടാവുക. സർവീസ് റോഡ് ഉയർത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എളുപ്പമാകില്ല. മന്ദലകുന്നിൽ സ്ഥാപിക്കേണ്ട അടിപ്പാത സെന്ററിൽ നിന്നും 600 മീറ്റർ അകലെ കൊണ്ടുപോയി സ്ഥാപിച്ച NH അധികൃതർ നിർമ്മാണത്തിലുണ്ടായ പാളിച്ച മറച്ചു പിടിക്കാനും ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനും നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് MLA കൂട്ടുനിൽക്കുന്നത് അപലപനീയമാണ്. അടിപ്പാത മന്ദലകുന്ന് സെന്ററിൽ സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യത്തെ അട്ടിമറിച്ചും ഇതേ MLAയാണ് അടിപ്പാതയ്ക്ക് അംഗീകാരം ലഭിച്ചെന്നുള്ള കള്ളപ്രഖ്യാപനം നടത്തി ജനകീയ സമരത്തെ ദുർബലപ്പെടുത്തി കോടതിയെ സമീപിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തിയത്. MLAയുടെ പ്രഖ്യാപനമാണ് അത്. അതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിലും MLA ചെയ്യുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും അധികൃതർ തയ്യാറാകണമെന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്ദലകുന്ന് മുഹമ്മദ് ഉണ്ണി ഒരു പ്രസ്താവനയിൽ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുള്ളതാണെന്നും അദ്ദേഹം അറിയിച്ചു.